ആശാൻ പറഞ്ഞല്ലോ മക്കളെ കഥകളി പഠിപ്പിക്കാനായിട്ട് അയച്ചില്ല എന്ന്. മക്കൾ രണ്ടുപേരും ഒന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ നാരായണൻകുട്ടി, ശ്രീ അപ്പുക്കുട്ടൻ. ശ്രീ നാരായണൻകുട്ടി TCLലെ ഉദ്യോഗസ്ഥനാണ്, ശ്രീ അപ്പുക്കുട്ടൻ അധ്യാപകനും. അവരെ രണ്ടുപേരെയും സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഥകളി പഠിപ്പിക്കാൻ അയക്കാത്തതിൽ ദുഃഖമുണ്ടോ ഇപ്പോൾ രണ്ടുപേർക്കും? രണ്ടുപേരും നല്ല ആസ്വാദകരാണെന്ന് ഇപ്പോൾ ആശാൻ പറയുകയുണ്ടായി. അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ ചിലപ്പോൾ അതായിരിക്കും അന്ന് അങ്ങനെ പോയിച്ച ഒരു ഇന്നത്തേക്കാൾ കൂടുതലായിട്ട് സന്തോഷം ഉണ്ടാവാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അന്നത് നടന്നില്ല. TCLലെ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുമ്പോഴും അവസരങ്ങൾ കിട്ടുമ്പോൾ വിട്ടുമുടാറില്ല. അതെ, അച്ഛൻ്റെ ഒപ്പം പോകാറുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പോകാൻ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. മക്കൾക്ക് എങ്ങാനും താല്പര്യം കൂടിപ്പോയാലോ എന്ന് വെച്ചാണ് ആശൻ ഒരിടം അങ്ങനെ കൂടെ കൂട്ടാത്തത്? അതല്ല, പ്രധാനം എന്താ വെച്ചാൽ ഈ കഥകളി പഠിക്കാനും സ്കൂൾ പഠിക്കാനും ഒരേ കാലാണ്. അപ്പോൾ രണ്ടും കൂടി നടക്കില്ല. സ്കൂൾ പഠിപ്പും കഥകളി പഠിപ്പും കൂടി നടക്കില്ല. ഇന്നിപ്പോൾ കലാമണ്ഡലത്തിൽ ഡിഗ്രി ഒക്കെ ഉണ്ട്, അന്നൊന്നുമില്ല. ശ്രീ അപ്പുക്കുട്ടൻ എല്ലായിടും നല്ലോണം യാത്രയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ധാരാളം ഇന്ത്യയിൽ ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പിക് മേക്ക് എന്നുള്ളൊരു കൾച്ചറൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരുടെ എല്ലാ വർഷവും ഇവരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും വെച്ചാൽ ഇപ്പോൾ അച്ഛൻ എന്നുള്ള ഇതിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ബിസ്മില്ല ഖാൻ, ബ്രിജു മഹാരാജ്, സൊണാൽ മാൻസിംഗ് ഇവരുടെയൊക്കെ ഒരേ വേദിയിൽ അവരുടെ പ്രോഗ്രാമിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വലിയ വലിയ ഫെസ്റ്റിവലുകൾ, ഖജുറാഹോ ഫെസ്റ്റിവൽ, അനന്യ ഫെസ്റ്റിവൽ, ഇതിനൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കഥയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു അവസരം കിട്ടിയത് ഇങ്ങനെ ഒരു കഥകളിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചു എന്നുള്ള. ഇപ്പോൾ ഇതിൽ 91 പ്രധാനപ്പെട്ട അനുഭവം ഉണ്ടായിരുന്നത് ഉത്ഭവം അന്ന് അച്ഛനും ലോ BP ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സമയമാണ്. അന്ന് ഈ ഇത്തരത്തിലുള്ള വേഷങ്ങളൊന്നും കെട്ടാത്തൊരു കാലമാണെന്ന്. ഉത്ഭവം അല്ലെങ്കിൽ നരകാസുരമൊന്നും കെട്ടാത്തൊരു കാലമാണ്. അപ്പോൾ അത് അന്ന് ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരുന്നു, എലിഫൻ്റ ഫെസ്റ്റിവലിന് പോകേണ്ടായിരുന്നു. പക്ഷേ ആ യാത്ര ക്യാൻസലായി. എന്നിട്ട് രാജാനന്ദരൊക്കെ പാടെ കൂടിയിട്ടാണ് ഈ കോട്ടയ്ക്കിലൊരു ഉത്ഭവം ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ പോയിരുന്നു അന്ന്. ഞാനും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു കളി കാണാൻ വേണ്ടി. അന്ന് ഏതാണ്ട് രംഗത്ത് ഒരു 16 മേളക്കാരുണ്ട്. ഉത്ഭവം അങ്ങനെ ചെയ്ത് തിമലയും കുമ്പും കുഴലൊക്കെ പാടിയ 16 മേളക്കാരുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഈ ആസ്വാദകരെ സംബന്ധിച്ച് അവർ വളരെയധികം ഇതായിട്ട് ഇത് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് മനസ്സിന് വളരെ ടെൻഷനായിരുന്നു. ഇത് മുഴുവിപ്പിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഉത്ഭവം കഴിഞ്ഞ് അച്ഛൻ കോട്ടയ്ക്കിൽ നിന്ന് അണിയറയിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ അണിയറ ചെന്നു. അപ്പോൾ അച്ഛനൊരു മുണ്ട് ചുറ്റിയിട്ട്, അതായത് ഈ ഉടുത്തിട്ട് വാലെന്ന് പറയും, അത് ചുറ്റിയിട്ട് ഈ മുഖത്തഴിക്കാണ്ട് പെട്ടിപ്പുറത്തിരിക്കുകയാണ്. ഇപ്പോൾ 91 അപ്പോൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അച്ഛന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്നും വിഷമം തോന്നുന്നില്ല പറഞ്ഞു. പക്ഷേ അത് വളരെയധികം ടച്ച് ആയിട്ട് തോന്നി. ആ ഒരു ഇത്രയും വലിയൊരു വേഷം കഴിച്ച് അത് നല്ലൊരു ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് തോന്നിയത്, രംഗത്ത് കാണുന്നൊരു ഇതായിട്ട്. അച്ഛൻ ഇപ്പം ആത്മകഥ എഴുതിയിട്ടുണ്ടല്ലോ, തിരനോട്ടം. അതൊക്കെ എഴുതുന്ന സമയത്തും ഒക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും കൂടെ ഉണ്ട്, ഇദ്ദേഹം ആഴ്ചകളിൽ കൂടെ ഉണ്ട്. കാരണം അന്ന് ആഴ്ചകളിൽ വരാൻ പറ്റും വീട്ടിൽ. ഞാൻ ശനിയാഴ്ചകളിലൊക്കെയാണ് വരാൻ പറ്റുക. മറ്റെല്ലാ സമയങ്ങളിലും ഞാൻ കൂടേണ്ടത് ചെയ്യണ സമയത്ത്. അപ്പം അച്ഛനെ സംബന്ധിച്ചത് എഴുതുമ്പോൾ അത് അച്ഛൻ പറയലായിരുന്നു. ബാലമാഷും NP വിജയേഷും കൂടി അത് ഭാഷയാക്കിയതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പോയിന്റ്സുകൾ ഇപ്പം ഞാൻ ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പണ്ടൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്തിട്ട് അത് ഭാഷയാക്കിയതൊക്കെ ഇവരാണ്. പല യാത്രകളിലും ഒക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അച്ഛൻ വീട്ടിൽ വന്ന് സംസാരിക്കാറുണ്ട്. വീട്ടിൽ വരും. അത് ഞങ്ങൾ കേൾക്കുകയുള്ളൂ. കാരണം ഞങ്ങൾ ഇടവഴി അങ്ങനെയാണ് വീടിൻ്റെ പൂമുഖം 4 കെട്ടാണ് വീട്. അപ്പോൾ ഞങ്ങൾ ഇടവഴിയിൽ നിന്നിട്ട് ഇത് ശ്രദ്ധിക്കും. അപ്പോൾ ഞാനൊക്കെ അന്ന് അങ്ങനെയാണ്. കാരണം അന്ന് അച്ഛൻ്റെ മുമ്പിലേക്ക് അങ്ങനെ പൂമുഖത്തേക്ക് അങ്ങനെ പോകാനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം അമ്മോട് പേടിയില്ല. മൂപ്പരുടെ 10-12 ദിവസങ്ങളെ കളിയേണ്ട വീട്ടിൽ വരും. പിന്നെ ആ മനുഷ്യനോട് നമ്മൾ എന്താ സംസാരിക്കണം, അച്ഛനെ അന്ന് വളരെ പേടിയോട് കൂടിയിട്ട് നോക്കിയിരുന്നെങ്കിലും അങ്ങനെയല്ല മനസ്സിലുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഗൗരവം, ഇപ്പം അച്ഛൻ പറഞ്ഞില്ല, ഗൗരവമാണ് കൂടുതൽ വരുന്നത്. അപ്പം ഗൗരവത്തിൽ വാത്സല്യത്തിന് പൊതുവെ പ്രസക്തി ഇല്ലാത്ത ഒരു വാത്സല്യം മങ്ങണ ഒരു ഛായയിലാണ് ഇന്നിപ്പോൾ ഞാൻ അതിനെ കാണുന്നത്. വാത്സല്യം ഇല്ലാണ്ടല്ല, അതാണ് അതിൻ്റെ കേമത്രം. അപ്പം നമ്മൾ ആ ഒരു ഇതിലിങ്ങനെ കുറച്ച് ഒതുങ്ങി നിന്നിട്ടാണ് ഇത് കേൾക്കുക. അപ്പം അമ്മോടാണ് അതൊക്കെ പറയുക. അപ്പം അമ്മ ഉണ്ടാവും പോകുമ്പോൾ അമ്മ അവിടെ വേണം. കാരണം അമ്മ ഉണ്ട് അടുക്കള കാര്യങ്ങളും ഇല്ലെങ്കിൽ കുടുംബ കാര്യങ്ങളൊക്കെ നോക്കാൻ അവരാണ്. അമ്മയ്ക്കന്ന് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പം അമ്മ അച്ഛൻ്റെ ഒപ്പം കണ്ടോ. അപ്പോൾ ഈ പല അനുഭവങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞത് നമ്മളിങ്ങനെ
ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറേ അരങ്ങത്തെ ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ അപ്പുടിപ്പോളാശാനും അല്ലെങ്കിൽ കൃഷ്ണകുട്ടിപ്പോളാശാനൊക്കെ ആയിട്ടുള്ള കൂട്ടായ്മയുടെ കേമത്തരങ്ങൾ പറയാറുണ്ട്. അതൊക്കെ അവരുടെ ഒരു ടീം വർക്കായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. ഇവര് പലരും വീട്ടിലും ഒക്കെ വരാറില്ല. അവര് ഞങ്ങൾക്ക് അന്യരല്ല പുതളാശാന്മാര്. കാരണം അച്ഛൻ്റെ അതേ സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളെ തന്നെ അവരവരുടെ മക്കളെ പോലെയൊക്കെ തന്നെ നമ്മളെയും കാണുക, വിളിക്കലും പറയലും ഓക്കെ. അവിടെ മിക്കവാറും വർഷത്തിലൊരു അമ്പലത്തിലൊരു കളി ഉണ്ടാവും, അന്ന് തലേ ദിവസം തന്നെ അങ്ങോട്ട് എത്തും. ഞങ്ങൾക്ക് ഒരു പെങ്ങളും കൂടി ഉണ്ട്. എൻ്റെ മീതെ അദ്ദേഹത്തിൻ്റെ താഴെ ഒരു പെങ്ങളുണ്ട്. അവർ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ അവർക്ക് വരാനുള്ള അസൗകര്യം കാരണം അപ്പം ഒന്ന് വരാതിരുന്നത്, അല്ലെങ്കിൽ അവരും കൂടി പങ്കെടുക്കേണ്ടായിരുന്നു. ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പരശുരാമനെ കിട്ടിയിട്ടുണ്ട്. അന്ന് അച്ഛൻ്റെ പരശുരാമന് പ്രസിദ്ധിയുള്ള കാലഘട്ടമായിരുന്നു. സ്റ്റൂള് എന്തോ പൊളിച്ചു എന്നൊക്കെ പരശുരാമൻ വേഷം കെട്ടി. കോട്ടയത്ത് നിന്ന് കലാശം കഴിഞ്ഞാൽ കലാശത്തിൻ്റെ അവസാനം സ്റ്റൂളുമ്പോൾ ഒരു ചവിട്ടിയിടാൻ നിൽക്കുക. അതിൽ ആ ചവിട്ടിയപ്പോൾ ആദ്യത്തെ സ്റ്റൂള് പൊളിഞ്ഞു, ആ വേറെ സ്റ്റൂള് കൊണ്ടു വെച്ചു. അങ്ങനെ 3 സ്റ്റൂള് പൊളിഞ്ഞു. ഈ എന്താ ശക്തിയൊന്നുമല്ലാതെ ചീത്ത പലകേ അതിപ്പോൾ ചവിട്ടിയാ പൊളിയ അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ ഒരേ 4ാമത്തും കൊണ്ടു വെച്ചു ചവിട്ടിയിലാകുമ്പോൾ. ഇനി മറ്റൊന്നും കൂടി പറയാനുള്ളത്, അപ്പോൾ ഞങ്ങളെല്ലാവരും സെറ്റിൽഡാണ്. ഞങ്ങൾ 3 മക്കളും സെറ്റിൽഡാണ്. അപ്പോൾ ഞങ്ങൾ ചെങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ആവാൻ പ്രധാന ഘടകം അമ്മ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ അമ്മ തന്നെയാണ്, അമ്മയും അമ്മടമ്മയും തന്നെയാണ്. അപ്പോൾ അച്ഛന് സമയമില്ല. ആ സമയത്തൊന്നും അച്ഛന് വീട് കാര്യങ്ങളോ ഇല്ലെങ്കിൽ വീട്ടുകാര്യം തീരെ സമയം ഉണ്ടായിരുന്നില്ല. മാസത്തിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വരിക. അപ്പോൾ ഞങ്ങളെ ഈ രീതിയിൽ പഠിപ്പിച്ചതും അതുപോലെ തന്നെ മറ്റ് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ എത്തിച്ചത് അമ്മയും അമ്മടമ്മയും തന്നെയാണ്. കാരണം അവരിനെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നേ. അച്ഛൻ എപ്പോഴെങ്കിലും വീട്ടിൽ വരും. അച്ഛൻ്റെ വേഷങ്ങളിൽ ഏറ്റവും കാണാൻ ഇഷ്ടമുള്ളത് ഏതൊക്കെയാണ്? എനിക്ക് കഥകളി വേഷങ്ങൾ ചെയ്യുന്നത് അച്ഛൻ്റെ കാണാൻ ഏറ്റവും ഇഷ്ടം. അച്ഛന് പ്രിയപ്പെട്ട ശിഷ്യരാരൊക്കെ അങ്ങനെ ഉണ്ടോ? ശിഷ്യരിൽ ആരോടെങ്കിലും കുറച്ച് ഇഷ്ടം കൂടുതൽ? ഇല്ല, ഒന്നുമില്ല. ശിഷ്യരോടൊക്കെ ലോകധർമ്മിയൊക്കെ ഒരുപാട് ഉൾക്കൊള്ളിച്ച് ചെയ്യാറുണ്ട്. ആശാൻ അതിനൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റാറുണ്ടോ? ഒട്ടും പറ്റില്ല. കഥകളിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കഥകളി വെച്ചാൽ ശാസ്ത്രീയ കല. മക്കളും ശിഷ്യന്മാരും അച്ഛന് വ്യത്യാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരേ വാത്സല്യ, തെറ്റ് കണ്ടാൽ അവിടെ വകഭേദമൊന്നുമില്ല. അപ്പോൾ ആർക്കായാലും ശിക്ഷ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനൊക്കെ അപ്പോൾ സ്പോട്ട് കിട്ടും. അപ്പോൾ പലരും അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇന്നത്തെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ അച്ഛൻ കുറച്ചും കൂടെ ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിലും കൂടി ആയിരുന്നെങ്കിൽ അച്ഛന് കുറച്ചും കൂടി അച്ഛൻ്റെ ചില വാശികൾ, അതുപോലെ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള ആ ഒരു അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി ഉയരത്തിലേക്ക് എത്തുമായിരുന്നു തോന്നിയിട്ടുണ്ട്. എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് ആശാന്റെ സപ്തതി ആഘോഷിക്കുകയുണ്ടായല്ലോ. അങ്ങനെ മക്കളും ശിഷ്യന്മാരും ഒക്കെ കൂടെ ചേർന്നിട്ടായിരുന്നു 70ാം പിറന്നാൾ. അത് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നടത്തി. അത് അന്ന് ഞങ്ങൾ മക്കൾ താല്പര്യം കാണിച്ചിട്ടാണ് അത് വീട്ടിൽ വെച്ച് നടത്തണം എന്നുള്ളത്. കാരണം അതുവരെ അന്ന് അച്ഛൻ്റെ ഒന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ആലോചിച്ചു, അപ്പോൾ ഉറപ്പിച്ചു. ശിഷ്യന്മാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും വളരെയധികം സഹകരണമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അതിന് പറ്റിയ ആൾ ഇനാഗുറേഷനൊക്കെ MT വാസുദേവനായിരുന്നു ഞങ്ങൾ ക്ഷണിച്ചത്. അതെ, അദ്ദേഹം വളരെ താല്പര്യത്തോട് കൂടിയിട്ട് അത് സ്വീകരിച്ച് പിന്നെ കുടുംബസമേതം അവിടെ എത്തി. അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു. MT വാസുദേവനെ കാണാൻ വേണ്ടി ഞങ്ങൾ കോട്ടയ്ക്കിൽ നിന്ന് അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റേ കലാകാരോട് പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ രാമൻകുട്ടി ആശാൻ്റെ സപ്തതി ആഘോഷത്തിന് ഈ ലോകത്ത് എവിടെ നിന്നിരുന്നാലും ഞാൻ അന്ന് വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടായത്, ഇന്നിപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ശിഷ്യനും അച്ഛനേക്കാൾ 2 വയസ്സ് പ്രായ വ്യത്യാസമുള്ള വൈക്കം കരുണാകരൻ നായർ, കലാമണ്ഡലം കരുണാകരൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന കരുണാകരൻ നായർ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അന്ന് ഇവിടെ വേഷം കെട്ടിയിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട്. അച്ഛനുമായിട്ട് 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ.